യുദ്ധമുഖത്താണ് രാജ്യം. പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം മുംബൈ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ കമാൻഡോ ആയിരുന്ന PV മനീഷ് ചേരുന്നു. ഇതുപോലെ ഒരു സാഹചര്യം നേരിട്ട വ്യക്തി കൂടിയാണ് താങ്കൾ. ഇപ്പോൾ ഇന്ത്യയുടെ ഈ തിരിച്ചടികളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? തികച്ചും അതിന് വലിയ അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല. കാരണം അതെന്ത് തന്നെയായാലും നമ്മൾ ഇതുവരെ നടത്തിയിരുന്നത് ഒരു പ്രതിരോധ യുദ്ധതന്ത്രമാണ് നടത്തിയിരുന്നത്. കാരണം അവസാനമായിട്ട് കാർഗിൽ യുദ്ധം പോലും ഉണ്ടായപ്പോൾ ആ കാർഗിൽ സെക്ടറിലും അതേപോലുള്ള ജമ്മു ആൻഡ് കാശ്മീരിലും മറ്റുള്ള തലത്തിൽ മാത്രമേ പാകിസ്ഥാനുമായിട്ട് നമ്മൾ യുദ്ധ തലങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ അതല്ലാതെ തന്നെ തികച്ചും വ്യത്യസ്തമായി കൊണ്ട് പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ സ്റ്റേറ്റുകളിൽ ഇപ്പോൾ രാജസ്ഥാനും അതേപോലെ ഗുജറാത്തിൻ്റെ പ്രവിശ്യകൾ, പഞ്ചാബ് പോലുള്ള പ്രവിശ്യകൾ, ജമ്മു കാശ്മീരിൻ്റെ പല മേഖലകളിലും ആക്രമണം നടത്തുമ്പോൾ അതിനൊക്കെ ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ അതും എല്ലാത്ത തരത്തിൽ ഒരു യുദ്ധസന്നാഹമായിട്ടാണ് പാകിസ്ഥാൻ ആദ്യം മുതിർന്നത്. പക്ഷേ പാകിസ്ഥാൻ തൊടുത്തുവിട്ട ഡ്രോണുകൾ, ഒരു 50ഓളം ഡ്രോണുകൾ നശിപ്പിക്കുവാനും അതേപോലെ തന്നെ മിസൈലുകൾ നശിപ്പിക്കാനും ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. കാരണം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു പോറലും പോലും ഏൽക്കാതെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തമാണ് നമ്മുടെ രാജ്യം നടത്തിയിരിക്കുന്നത്. പക്ഷേ ആ പ്രലോഭനങ്ങൾ തുടരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യാക്രമണം എന്ന രീതിയിലേക്കൊരു ചെറിയ രീതിയിലേക്കുള്ളൊരു തിരിച്ചടി ഉണ്ടായപ്പോൾ തന്നെ ഏറ്റവും വലിയ കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്ത് സുശക്തമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ഏത് തരത്തിലായാലും ഇപ്പോൾ നമ്മുടെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി തന്നെ വാഹനങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ആ ഒരു അവസ്ഥയിലേക്കാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചത്. ഇസ്ലാമാബാദിൽ ഈ അവിടുത്തെ പ്രധാനമന്ത്രിയുടെ 20 കിലോമീറ്റർ അപ്പോൾ മുന്നിൽ ഒരു അപകടമുണ്ടായപ്പോൾ ആ പ്രധാനമന്ത്രി പോലും ഹൈഡ്രോട്ടിലായിപ്പോയി, ഹൈഡ്രോട്ടിലേക്കാണ് പോയിരിക്കുന്നത്. അതേപോലെ തന്നെ അതുകൂടാതെ അവിടുത്തെ സൈനിക മേധാവി പോലും ഒരു അട്ടിമറിയുടെ രീതിയിലാണ്. അപ്പോൾ പാകിസ്ഥാനിൽ അവിടെ തന്നെ പിടിച്ചു വേണ്ടി പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത്. അവിടെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. കാരണം ഈ യുദ്ധം എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രസ്റ്റീജ് പ്രശ്നമാണ്. ആ പ്രസ്റ്റീജ് യുദ്ധമല്ല, അതിനെ പ്രതിരോധിക്കുക, അത് ഈ ടെററിസം ഇല്ലാതാക്കുക. ആ രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ